ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, ഇന്ന് ഈ ഭൂമിയിൽ ഓരോ മക്കളും ദൈവത്തെ അന്വേഷിക്കുകയാണ്. എല്ലാവരും ഇവിടെ പോകും, അവിടെ പോകും, എവിടെയാണ് സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നത് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ പോയി കഴിയുമ്പം ഇവിടെ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് ഇന്ന് എല്ലാ ജാതി മതസ്ഥരും ചെയ്യുന്നത്. എന്നാൽ ഒരു വിഭാഗം പറയും, ഇന്ന് ഹിന്ദുക്കൾ ഇങ്ങനെ വിളിക്കുന്നു, മുസ്ലിംസ് ഇങ്ങനെ വിളിക്കുന്നു, ക്രിസ്ത്യാനി ഇങ്ങനെ വിളിക്കുന്നു, ചെല്ലുന്നതൊക്കെ ഒറ്റ സ്ഥലത്തേക്ക്. തെറ്റാണ് മക്കളെ. നമുക്കൊക്കെ ഓരോ പേരുള്ളത് പോലെ ദൈവത്തിനും ഒരു പേരുണ്ട്. അവന് യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അജ്ഞതയുടെ കാലം ഞാൻ കണക്കിലെടുക്കില്ല എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് അറിയാത്ത കാലങ്ങളിൽ അങ്ങനെ വിളിക്കുമ്പം കർത്താവ് ഒരിക്കലും അവരെ ശിക്ഷിക്കുന്നില്ല. കാരണം നമുക്കാണ് ആ ശിക്ഷ വരിക. നമ്മളോട് പറയുന്നു, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ. എല്ലാവരും ഈ നിത്യജീവന്റെ വചനം കേൾക്കട്ടെ, അറിയട്ടെ എന്നാണ് പറയുന്നത്. വീണ്ടും കർത്താവ് പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദൈവത്തെ അന്വേഷിച്ച് ദാഹം തീരണമെങ്കിൽ യേശുവിനെ കണ്ടെത്തണം. ആ അന്വേഷണം അവിടെ നമ്മുടെ തീരും. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണം അവിടെ വെച്ച് തീരും. നാം ശാന്തമായി വചനമനുസരിച്ച് സ്തുതിച്ച് ഈ ഓട്ടം നാം പൂർത്തിയാക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടെത്തുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, വചനം കാണാതെ പഠിക്കണം. വായി തുറന്നാൽ വചനം വരണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം പറഞ്ഞ്, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ വചനം പറയാ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ, പിതാവായ ദൈവമേ, ഇതാ എൻ്റെ ഈ ആവശ്യം ഞാൻ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എന്നെ കേൾക്കണമേ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ അതൊരു വിശിഷ്ട പ്രാർത്ഥനയാണ്. കാരണം കർത്താവ് പരിശുദ്ധനാണ്. അവനല്ലാതെ പൂർണ്ണ പരിശുദ്ധിയുള്ള മറ്റാരുമില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഒരു കുട്ടി എനിക്ക് ഇട്ടു തന്നിരിക്കുകയാണ്, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് അത് എഴുതി വെച്ചോളൂട്ടോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപിയായ എനിക്കും എൻ്റെ മകനും ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ കനായിലെ കല്യാണ വിരുന്ന് പോലെ പുത്രനോട് അപേക്ഷിച്ച്, മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്കിത് വാങ്ങിത്തരണമേ, പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരുന്നു. കണ്ടു, പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട്. എങ്കിലും ഇതൊരു പ്രയറായിട്ട് 63 പ്രാവശ്യം പറയാൻ. കാരണം പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചത് 63 വർഷമാണത്രേ. അപ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ പറയാൻ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 39 തിരുവാക്യം പറയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, കാരണം അതിൽ നിത്യജീവനുണ്ട്. കണ്ടു മക്കളെ, നിന്റെ ജീവനുള്ള ഒരു മാർഗമാണ് വചനം പഠിക്കൽ, ഹൃദിസ്ഥമാക്കുക എന്നുള്ളത്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, കാരണം അതിൽ നിത്യജീവനുണ്ട്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 50 തിരുവാക്യം, അവിടുത്തെ കൽപ്പന പാലിക്കുന്നവനിൽ നിത്യജീവനുണ്ട്. 10 കൽപ്പന കർത്താവ് തന്നിട്ടുണ്ട്, അതനുസരിക്കുന്നവനിൽ നിത്യജീവനുണ്ട്. ആദ്യത്തെ കൽപ്പന, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. എത്ര ബുദ്ധിമുട്ട് വന്നാലും ഇതിൽ നിന്നും ഇടം വലം വ്യതിചലിക്കരുത്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. ഈ ദുഃഖം നാളെ നമുക്ക് സന്തോഷമായി മാറും. കേട്ടോ മക്കളെ? അതുകൊണ്ട് ലോകത്തിൽ നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കും, ധൈര്യമായിരിക്കുക. ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം കേൾക്കുക, ജോബ് സമൃദ്ധിയിലല്ല മക്കളെ ദൈവത്തെ സ്തുതിച്ചത്.
കർത്താവ് ചോദിക്കാണ് സാത്താനോട്, നീ എൻ്റെ മകൻ ജോബിനെ കണ്ടുവോ എന്ന്. നാം നമ്മുടെ ജോലി ചെയ്യാം മക്കളെ. അതായത് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുക, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, നന്ദിയും സ്തുതിയും അർപ്പിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. ബാക്കി ദൈവം ചെയ്തുകൊള്ളും. നാം നമ്മുടെ കർത്തവ്യം ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത്. സമൃദ്ധി ഇല്ലെങ്കിൽ പോലും കണ്ടോ, ജോബ് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. ഈ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് വരാനിരിക്കുന്ന സഹനത്തിൽ വലിയ നന്മ കൊണ്ടുവരിക എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാനിത് പറഞ്ഞത് മനസ്സിലായോ എൻ്റെ കുട്ടികൾക്ക്? എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എത്ര വലിയ സഹനം വന്നാലും ആ സഹനത്തില് നാം ദൈവത്തെ സ്തുതിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്ദി പറയുക, എല്ലാ കാര്യത്തിനും സ്തുതിക്കാൻ, ദൈവത്തെ സ്തുതിക്കുക. സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണവൻ. മാലാഖമാരെ അനവരതം അവിടെ നിന്നുകൊണ്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. നമ്മളും ഇവിടെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഇത്തിരി ഉറക്കൊക്കെ ഒന്ന് സ്തുതിക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നമ്മുടെ കർത്തൃ സന്നിധിയിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ആ വലിയ നിരാശ വരുന്നുണ്ടല്ലോ, അത് നമ്മെ വിട്ടുപോകും. നമ്മൾ ലജ്ജിക്കാനോ നിരാശരാക്കാനോ ദൈവം അനുവദിക്കുകയില്ല. ഒന്ന്, വിശുദ്ധ കുർബാന അതെന്താണെന്നാണ് കർത്താവ് പറയുന്നത്. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നേരത്തെ ചേച്ചി 2 കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? 1, വചനം പഠിക്കുന്നവനിൽ നിത്യജീവനുണ്ട്. 2, കൽപ്പന പാലിക്കുന്നവനിൽ നിത്യജീവനുണ്ട്. ഇവിടെ പറയുന്നു വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നവനിൽ നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ ഈ വിശുദ്ധ കുർബാന അർഹതയില്ലാതെ സ്വീകരിച്ചാൽ തന്നെ ശിക്ഷാവിധിയാണ് വാങ്ങിക്കൂട്ടുന്നത്. യേശു അപ്പമെടുത്ത് മുറിച്ച് യൂദാസിന് കൊടുത്തു. വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്, അപ്പം ഭക്ഷിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന്. കണ്ടു മക്കളെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ ഈ പറയുന്ന യൂദാസിൽ പിശാച് പ്രവേശിച്ചു എന്ന്. കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന്. പിശാച് ബാധിച്ചു എന്ന് കൂടിയല്ല പറഞ്ഞത്, പിശാചാണ് എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അപ്പം ഭക്ഷിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. എന്താ കാര്യം? അവൻ കൊടിയ പാപാവസ്ഥയിലാണ് ഈ അപ്പം സ്വീകരിക്കാൻ വന്നത്. അത് സ്വീകരിച്ചതും അവനിൽ പിശാച് പ്രവേശിച്ചു. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ആരുടെങ്കിലും വെറുപ്പോ വിദ്വേഷോ അവന് ഞാൻ പണി കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതങ്ങോട്ട് പോയിട്ട് ഒരു മടിയും കൂടാതെ പോയി സ്വീകരിക്കുമ്പോൾ തന്നെ ശിക്ഷാവിധിയാണ് അവൻ വാങ്ങുന്നത് എന്നാണ് ഈശോ പറയുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങളിൽ ചിലർ രോഗികളായതിനും ചിലർ മരിച്ചു പോയതിനും കാരണം പാപത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണത്രേ. എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല കേട്ടോ. വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം പല പീഡനങ്ങളും നമുക്ക് അനുവദിക്കും. സാത്താനോട് പറഞ്ഞ് നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് മുഴുവനും ഞാൻ പാപത്തിലായതുകൊണ്ടാണ് എന്നല്ല. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും ഭയപ്പെടണ്ട. അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് നന്മയ്ക്കുമാണ് ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. അതായത് നമ്മുടെ പാപകരമായ ജഡത്തിന്റെ മനുഷ്യൻ ഇല്ലാതാകാൻ, ആത്മാവിൽ ജ്വലിച്ച് ആത്മീയ മനുഷ്യൻ പുറത്തു വരാൻ ദൈവം ഇത്തരം മേഖലകൾ അനുവദിക്കും. ഹല്ലേലൂയ. നമ്മുടെ സഹനത്തിൽ, അതായത് യേശുവിന് വേണ്ടി നാം ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഇല്ലാതായി യേശു നമ്മിൽ ജീവിക്കുകയാണ്. യേശു പിതാവിനോട് പറയാണ്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തി, ഇനിയും മഹത്വപ്പെടുത്തും. നമ്മുടെ സഹനത്തിലും ഇങ്ങനെ പറയുക, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, എന്നേക്കും എന്നെയും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്ത് ചെയ്യുമ്പോഴും പറയാം, കർത്താവേ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങ് എന്നെയും മഹത്വപ്പെടുത്തണമേ. പ്രിയമുള്ള മക്കളെ, ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ധ്യാന വിഷയമാക്കിയത് 1
നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിനെയും അവിടുന്ന് അയച്ച പിന്നെ പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച ഏകപുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അത് പ്രാപിക്കാൻ 3 കാര്യമാണ് പറയുന്നത്. 1 വിശുദ്ധ കുർബാന, അതിൽ നിത്യജീവനുണ്ട്. 2 വചനം പഠിക്കുക, അതിൽ നിത്യജീവനുണ്ട്. 3 കൽപ്പന പാലിക്കുക. ഹല്ലേലൂയ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ